എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരും കേട്ടോ. ദേഷ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ പിടിച്ചാൽ കിട്ടില്ല. വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയും. അത് ഭാര്യയാണെന്നോ ഹസ്ബൻഡാണെന്നോ മക്കളാണെന്നോ ആ സമയത്ത് ഞാൻ എൻ്റെ വായിൽ തോന്നുന്നതെല്ലാം വിളിച്ച് പറയും. കൂടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും കയ്യിൽ കിട്ടിയ സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയുകയൊക്കെ ചെയ്യും. പക്ഷേ അത് കുറേ സമയമൊന്നുമില്ല. ഒരു കുറച്ച് സമയത്തേക്ക് ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എല്ലാവരുടെ അടുത്ത് സോറിയൊക്കെ പറയും. എല്ലാവരുമായിട്ടും വീണ്ടും സംസാരിക്കും. എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കാൻ പറ്റും. പക്ഷേ ഇതെനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യുന്നു. പിന്നെ മനുഷ്യരാണ്, നമുക്ക് എന്തായാലും ദേഷ്യമൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില വിഭാഗം ആളുകൾ അല്ലേ മാറി നിൽക്കുന്നുണ്ടാവാം. ഇത് യഥാർത്ഥത്തിൽ എന്താണ് ഈ ഒരു പ്രശ്നം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനോ മനസ്സിലാക്കാനോ ഒരു പ്രൊഫഷണൽ സഹായം തേടാനൊന്നും പോകാറില്ല. കാരണം മനുഷ്യരിൽ ദേഷ്യം ഉണ്ടാവും. ചില ആളുകൾ വളരെ മിതമായ രീതിയിൽ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടാവും. ചില ആളുകൾ കൂടുതൽ ഹൈ ലെവലിലോട്ടേക്ക് ദേഷ്യപ്പെട്ട് പോകുന്നുണ്ടാവും. അതിൻ്റെ ഒരു ഭാഗമാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവരങ്ങനെ പോകും. പക്ഷേ ഇവർക്കിതൊരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷേ ഇവരുടെ കൂടെ ജീവിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇവർക്ക് ചുറ്റുമുള്ള ആളുകൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് കുട്ടികളിലൊക്കെയാണ് ഇതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക. അതുപോലെ തന്നെ ഇവരുടെ പാർട്ട്നേഴ്സിലായിരിക്കും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും. കാരണം ഇവർക്ക് അടുത്ത് നിൽക്കുന്നവരാണ് ഇവർ ഏറ്റവും കൂടുതൽ വാക്കുകൾ കൊണ്ടും പ്രവർത്തികൾ കൊണ്ടും വേദനിപ്പിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊക്കെ നമ്മളിങ്ങനെ വെറുതെ റെഡിയായി പോകും, യാതൊരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. ഇതിനൊക്കെ കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കൗൺസിലിങ്ങും തെറാപ്പികളെല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ ചില കേസുകൾ നമുക്ക് മെഡിക്കേഷൻസ് പോകേണ്ട കേസാണെങ്കിൽ നമുക്കത് പോവുകയും വേണം അല്ലേ. അപ്പം അങ്ങനെയൊക്കെ മനസ്സിലാക്കി ചെയ്ത് നല്ലൊരു ലൈഫിലോട്ടേക്ക് വരേണ്ടതാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇതിൽ തന്നെ ഇങ്ങനെ ജീവിച്ചു കൊണ്ട് പോകുന്നു. ഇവർക്ക് ചുറ്റുമുള്ള ആളുകളും അത് അങ്ങനെ തന്നെ മുമ്പോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ്. അവരും ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് കൊടുക്കണമെന്നൊന്നും ചിന്തിക്കുന്നില്ല. അവരും പറയും അവൾക്ക് ഭയങ്കര ദേഷ്യമാണ്, അല്ലെ അവനിക്ക് ഭയങ്കര ദേഷ്യമാണ്, ക്യാരക്ടർ കുറച്ച് മോശമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മാറ്റി നിർത്തും. പക്ഷെ ഇതൊരു മെൻ്റൽ ഹെൽത്ത് കണ്ടീഷൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ധാരണകൾ വളരെ കുറവാണ്. ഇത് ശരിക്കും ഒരു മൂഡ് ഡിസോർഡറിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളുടെ നല്ലൊരു ലൈഫിന് വേണ്ടിയിട്ട്, ഹാപ്പിനെസ് ആയിട്ടുള്ള ലൈഫിന് വേണ്ടിയിട്ട്, ബെറ്റർ ലൈഫിന് വേണ്ടിയിട്ട് നല്ലൊരു പ്രൊഫഷണൽ സഹായം തേടിക്കാനുള്ള ഇതിനൊക്കെ മാറ്റം വരുത്താൻ വേണ്ടി സാധിക്കും. നല്ലൊരു ജീവിതം മക്കളെയും അതുപോലെ തന്നെ പാർട്ട്നേഴ്സിനെയും ഒക്കെ സ്നേഹിച്ചുകൊണ്ട്, വീട്ടിലുള്ള എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് സന്തോഷപരമായിട്ടുള്ളൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ് സത്യം. സോ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. നിങ്ങൾ ഇങ്ങനെയൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു അപ്പോയിൻമെൻറ്റ് എടുക്കുക, കൺസൾട്ട് ചെയ്യാം. പിന്നെ മൂഡ് ഡിസോർഡറിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള തുടർ വീഡിയോസ് നെക്സ്റ്റിൽ ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.